ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കൊല്ലം സെന്റർ മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ക്രിസ്മസ് ടോക്കിന്റെ 20ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ തുടർച്ചയാണ് അപ്പോസ്തല പ്രവർത്തികൾ. യെരുശലേമിലും യഹൂദിയയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട യേശുവിന്റെ ആദ്യ അനുയായികൾ അവനെക്കുറിച്ചുള്ള ഈ സുവിശേഷം എങ്ങനെ അറിയിച്ചു എന്ന് പ്രസ്താവിക്കുകയാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന ഉദ്ദേശ്യം. പെന്തക്കോസ്തു നാളിൽ യെരുശലേമിൽ കൂടിയിരുന്ന യേശുവിന്റെ ശിഷ്യന്മാരുടെ മേൽ ശക്തിയോടെ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ കാതലായ വിഷയം. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന 2-ാം അധ്യായം പെന്തക്കോസ്തു നാളിലുള്ള സഭയുടെ സ്ഥാപനം, അപ്പോസ്തലന്മാരുടെ ആദ്യ പ്രസംഗവും സഭാവർദ്ധനയുടെ ആരംഭം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗത്തു നിന്നും ഒന്നാമതായി ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് നിസ്സാർത്ഥരായ മനുഷ്യരാകാം. 36-ാം വാക്യത്തിൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ എന്ന് പറയുമ്പോൾ ക്രൂശ് എന്ന പദത്തിന്റെ അർത്ഥം നൽകിയിരിക്കുന്നത് പാഷൻ ഓർ സെൽഫിഷ്നസ് എന്നാണ്. സ്വാർത്ഥത വെടിഞ്ഞ് അഭിനിവേശത്തോടെ ക്രൂശിനെ സമീപിച്ച ക്രിസ്തുവിന്റെ മനോഭാവത്തെയാണ് ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാർത്ഥത ഒഴിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപരനെ സ്നേഹിക്കുവാനും അവന് രക്ഷ നൽകാനും മരണത്തോളം ജീവിതം സമർപ്പിക്കുന്ന ക്രിസ്തുവിനെയാണ് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. സ്വന്തം ഇഷ്ടങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കാൻ മാത്രം ജീവിക്കുന്നവരുടെ എണ്ണം കൂടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഈ ക്രിസ്തുമസിന്റെ സമയത്ത് നമ്മളുടെ ധ്യാന വിഷയമായി പരിവർത്തിച്ച മനുഷ്യർ എല്ലാവരും സ്വന്തം അഭിലാഷങ്ങളെ വെടിഞ്ഞ് ജീവിച്ചവരാണ്. മാനഹാനി ഭയക്കാത്ത ജോസഫും ഉദരത്തെ സമർപ്പിക്കുന്ന മറിയയും സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പ്രാർത്ഥനയേക്കാൾ ഇസ്രായേലിന്റെ രക്ഷയെ കാത്തിരിക്കുന്ന സക്കരിയാവും എലിസബത്തും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും നിസ്വാർത്ഥമായി പ്രാർത്ഥനയാണ്. നമ്മളെ മറക്കുകയും മറ്റുള്ളവരെ നിരന്തരം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന അഭിനിവേശമായി നമ്മുടെ പ്രാർത്ഥനയെ രൂപപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കണം. ഈ നോമ്പിന്റെ കാലത്ത് നിസ്വാർത്ഥമായ ജീവിത ശൈലി രൂപപ്പെടുത്താൻ സാധിക്കണം. 2. നോമ്പ്. നിങ്ങൾ ക്രൂശിച്ച ഈ ക്രിസ്തുവിനെ തന്നെ ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. ഇവിടെ ക്രിസ്തുവാക്കി വെച്ചു എന്ന പദത്തിന്റെ അർത്ഥം ടു ബ്രിങ് ഫോർത്ത് എന്നാണ്. ഒരു ജനതയുടെ മുന്നിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരുന്ന ദൈവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപമാനത്തിന്റെയും നിന്ദയുടെയും പരിഹാസത്തിന്റെയും ക്രൂശ് സ്വന്തമാക്കിയ ക്രിസ്തുവിനെ ലോകരക്ഷിതാവായി മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ ഭാഗം നമ്മുടെ ജീവിതത്തെ അതിശയകരമായി മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ദൈവത്വത്തിന്റെ മഹത്വത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിനെ ഉപേക്ഷിച്ചവരുടെയും തള്ളിപ്പറഞ്ഞവരുടെയും മുൻപിൽ അവന്റെ ജീവിത സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ക്രിസ്തുമസിൽ നമ്മളുടെ ധ്യാനങ്ങൾ ചെന്ന് നിൽക്കുന്നത് മറ്റുള്ളവർ ഉപേക്ഷിച്ച അനേകം ജീവിതങ്ങളുടെ മുമ്പിലാണ്. സ്ഥലം തികയാതെ കാലിത്തൊഴുത്തിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന യേശുക്കുഞ്ഞും മറിയയ്ക്കും ജോസഫിനും പട്ടണത്തിന്റെ വെളിയിൽ പാർത്തിരുന്ന സാധാരണക്കാരായ ആട്ടിടയന്മാർക്കും ഈ മഹാസന്തോഷത്തെ കേൾക്കുവാനും കാണുവാനും സാധിച്ചു. നമ്മുടെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മുൻപോട്ട് നയിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്കും ഉപേക്ഷിക്കപ്പെട്ട നിസ്സഹായരായ മനുഷ്യരെ മുൻപോട്ട് കൊണ്ടുവരുവാൻ സാധിക്കണം. ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് അറിയിക്കുന്ന മനുഷ്യരായി ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്ക് രൂപാന്തരപ്പെടുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.